കോഴിക്കോട് പുനൂരിൽ ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കിയ ജിസ്നയുടെ വീട്ടിൽ നിന്ന് പോലീസ് കത്ത് കണ്ടെത്തി. ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ അതിനുള്ള മനസ്സമാധാനമില്ല എന്ന കത്തിൽ പറയുന്നു. കേസിൽ ഇന്ന് കൂടുതൽ തെളിവെടുപ്പ് നടക്കും. ഭർത്താവ് ശ്രീജിത്തിനെയും ബന്ധുക്കളെയും ചോദ്യം ചെയ്യും. ബെൻസൺ ബാബു കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ബെൻസൺ, സങ്കടകരമായ വാർത്തയാണ്. ജിസ്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ കൂടി, ഒരു യുവതി കൂടി ഈ ഭർത്തൃവീട്ടിലെ പീഡനം കാരണം ജീവൻ വെടിയുന്ന സാഹചര്യം അതാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ് അതിലെ? ലക്ഷ്മി പത്മ, ഇന്നലെ ഈ ഭർത്താവ് ശ്രീജിത്തിന്റെ പൂനൂരുള്ള വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലൊരു കത്ത് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ പക്ഷേ ആരുടെയും പേരുകളോ അല്ലെങ്കിൽ ആളുകളുടെ പേരുകളോ ഒന്നും തന്നെ അതിലില്ല. ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട്, അതിനുള്ള സമാധാനമില്ല എന്ന രണ്ടുപേര് മാത്രമാണ് ആ കത്തിലുള്ളത്. ഈ വീട് ഇവർ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ വീട് ഇപ്പോൾ പൂർണ്ണമായും അടച്ചിട്ട നിലയിലാണ്. പോലീസിന്റെ ബന്ധോബസ്തിലാണ് ഉള്ളത്. ഇന്ന് ആ വീട്ടിൽ കൂടുതൽ തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. ഫോറൻസിക് സംഘം ഇന്ന് വീട്ടിലെത്തി പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ ഭർത്താവ് ശ്രീജിത്തിനെയും ഭർത്താവിന്റെ ബന്ധുക്കളെയും ഇന്ന് അല്ലെങ്കിൽ വരും ദിവസങ്ങളിലായി ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ കേസന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്നലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ജിസ്നയുടെ മൃതദേഹം, ജിസ്നയുടെ വീട് കണ്ണൂരേക്കാണ് കൊണ്ടുപോയത്. അതിൽ ഈ കുടുംബം, ഭർത്താവിന്റെ കുടുംബം ഉന്നയിക്കുന്ന ഒരു ആരോപണം, ഇന്നിപ്പോൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം, ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഭർത്താവിനെയോ അതോടൊപ്പം തന്നെ 2 വയസ്സുള്ള മകനെയോ കാണിച്ചില്ല. അതോടൊപ്പം തന്നെ ഈ വീട്ടിലേക്കും മൃതദേഹം എത്തിക്കാതെ നേരെ കണ്ണൂരേക്ക് കൊണ്ടുപോയി എന്നൊരു ആരോപണം കൂടി ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു കത്ത്, ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പക്ഷേ മറ്റാരുടെയും പേരുകളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. കൂടുതൽ തെളിവെടുപ്പടക്കം ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്കും അന്വേഷണ സംഘം ഇന്ന് കടക്കും.